വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ മെസ്സേജുകൾ കേൾക്കുകയും കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇത് അനേകരുടെ ആത്മീയ വർധനവിന് കാരണമാക്കുന്ന നല്ല പ്രാർത്ഥനാ സഹകാരികൾ. ദൈവവചനത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ഇത് ആരംഭിക്കുന്നത് ഒരു ചെറിയ കൊച്ചു സംഭവ കഥയോടുകൂടിയാണ്. ഇരുട്ടുള്ള സമയം, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇരുട്ടുള്ള സമയം, ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴിൽ ഒരു 45 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ അവരെന്തോ അന്വേഷിക്കുകയാണ്. അവിടെ നല്ല വെളിച്ചമുണ്ട്, അവരവിടെ അന്വേഷിക്കുകയാണ്, അവരിങ്ങനെ തേടുകയാണ്. അപ്പോൾ അതിലേ വന്ന ചിലർ ചോദിച്ചു, മാഡം ഇവിടെ എന്താ അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, എൻ്റെ ഒരു സൂചി ഇവിടെ കാണാതെ പോയി. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങളും കൂടെ അന്വേഷിക്കാം. അങ്ങനെ അന്വേഷകർ 2ആയി, അന്വേഷകർ 3ആയി, അന്വേഷകർ 4ആയി. ഇപ്പം ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടും കുറേ ആൾക്കാർ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എന്തന്വേഷിക്കുക? സൂചി അന്വേഷിക്കുക. ഇതിനിടയിൽ ഒരാൾ ചോദിച്ചു, മാഡത്തിന് സൂചി എവിടെയാണ് വീണതെന്ന് ഓർമ്മയുണ്ടോ? ഉടനെ പറഞ്ഞു, ഉണ്ട്. എവിടെയാണ് വീണത്? അതായത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു 10 മീറ്റർ അപ്പുറത്ത് ആ ലൈറ്റ് ഇല്ലാത്ത, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് സൂചി വീണത്. അപ്പോൾ മാഡം പിന്നെ ഇവിടെ അന്വേഷിക്കുന്നത്? അവിടെ വെട്ടമില്ല, സൂചി വീണ സ്ഥലത്ത് വെട്ടമില്ല, ഇവിടെയാണ് നല്ല വെളിച്ചമുള്ളത്, അതുകൊണ്ട് വെളിച്ചമുള്ളിടത്ത് അന്വേഷിക്കുക. ഉടനെ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഉടനെ അവർ തിരിച്ചു ചോദിച്ചു, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, ഈ ലോകത്തിന് ഭ്രാന്താണോ? കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവൻ അതെന്തിനാ ബാറിൽ അന്വേഷിക്കുന്നത്? സമാധാനം നഷ്ടപ്പെട്ടത് കുടുംബത്തിനകത്തല്ലേ, അവൻ എന്തിനാ അത് ബാറിൽ പോയി അന്വേഷിക്കുന്നത്? എന്തിനാ? തൻ്റെ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടവൻ മദ്യക്കുപ്പിക്കകത്താണോ സ്വസ്ഥത അന്വേഷിക്കുന്നത്? ഇവിടെ മനുഷ്യര് മുഴുവൻ നഷ്ടപ്പെട്ടിടത്തല്ല അവൻ്റെ സ്വസ്ഥത അന്വേഷിക്കുന്നത്. ശരിയല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ കുടുംബ കോടതിക്കകത്ത് നിൽക്കുന്നു. ജഡ്ജിയോട് പറയുന്നു, ഞങ്ങളെ 2ആക്കി തരണം. നിങ്ങളെ ആരാ ഒന്നാക്കിയേ? അത് ദൈവമാ. എങ്കിൽ പിന്നെ ഒന്നാക്കിയ ആളിനോട് തന്നെ 2ആക്കാൻ പറഞ്ഞുകൂടെ? ഒന്നാക്കുന്ന ദൈവവും 2ആക്കുന്നത് കോടതിയും. ഇതൊരു ഭയങ്കരമല്ലേ? ആ സ്ത്രീ ഇരുട്ടത്ത് നഷ്ടപ്പെട്ട സൂചി വെളിച്ചമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ അന്വേഷിച്ചത് ഈ ലോകത്തെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ സ്വന്തം മകനെ, മകളെ ആവശ്യത്തിലേറെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ വീട്ടിലെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്തുകൊണ്ട് നീ വാങ്ങിയില്ല? ഇതാ ചോദ്യം. ആ കുട്ടിയുടെ മാർക്കാണോ ഇയാൾ വാങ്ങേണ്ടത്? എവിടെ നഷ്ടപ്പെട്ടു, എന്ത് നഷ്ടപ്പെട്ടു, അത് എവിടെ അന്വേഷിക്കണമെന്നറിയാത്ത ഒരുപാട് പേർ. ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു. സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആളിനോട് ചോദിച്ചേ, എന്താ ഇവിടെ സിനിമയ്ക്കൊക്കെ? ഒരല്പം നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. സന്തോഷം എവിടെ നഷ്ടപ്പെട്ടെ? സന്തോഷം നഷ്ടപ്പെട്ടത് വീട്ടിൽ, അത് അന്വേഷിക്കുന്ന സിനിമ തിയേറ്ററിൽ. അത് കാണണമെന്നോ കാണണ്ടെന്നോ ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും തങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ നഷ്ടപ്പെട്ടിടത്താണോ അന്വേഷിക്കുന്നത്? ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധങ്ങൾ, സഭാതലങ്ങളിലുള്ള ബന്ധങ്ങൾ, രാഷ്ട്രീയ മത സംഘടനാപരമായ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടവർ എവിടെ അത് അന്വേഷിക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ? ചോദിച്ചു പണം ലഭിക്കാത്തത് കൊണ്ട് സ്വന്തം അപ്പനെ വെട്ടിക്കൊന്ന മെഡിക്കൽ സയൻസിന്റെ പഠനം പൂർത്തിയാക്കിയ ഡോക്ടറായ മകൻ തൻ്റെ സഹോദരിയുടെ ഭർത്താവിനോടുള്ള അകാരണമായ വൈരാഗ്യ നിമിത്തം സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ? തൻ്റെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന തൻ്റെ പ്രണയ പുരുഷനെ
കൊന്നുകളയാൻ മടിയില്ലാത്ത കാമുകിമാരുടെ ചരിത്രങ്ങൾ വായിച്ചില്ലേ? തന്നെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച തെരുവിൽ തന്റെ കാമുകിയെ കത്തിച്ചു കളയാൻ മടിയില്ലാത്ത കാമുകന്മാരെ കുറിച്ച് വായിച്ചില്ലേ നിങ്ങൾ? കേട്ടോ? ഇത് നിങ്ങൾ എല്ലാവരോടും പറയണം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് മറ്റുള്ളവരോട് അറിയട്ടെ. വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ട വീട്ടിലത് അന്വേഷിക്കാതെ മദ്യശാലയിൽ അന്വേഷിക്കുന്നതും, വീട്ടിലത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കോടതിയിലും പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലും ചെന്ന് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും കാത്തു നിൽക്കുന്നവരും, സ്വന്തം ഭവനത്തിനകത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു തീർക്കാൻ കഴിയാതെ കൊലപാതകത്തിലെത്തിയവരും കൊന്നു കണക്ക് തീർത്തവരുടെയും ചരിത്രം. ഞാൻ ഈ കൊച്ചു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ അന്വേഷിക്കാൻ, അവിടെ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ, അവിടെ നിന്ന് അതിൻ്റെ സൊല്യൂഷനുമായിട്ട് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയട്ടെ. ഇരുട്ടത്ത് നഷ്ടപ്പെട്ടത് വെളിച്ചമുണ്ടെന്ന് കരുതി മറ്റൊരിടത്ത് അന്വേഷിക്കുന്ന ആ സ്ത്രീ ഈ ലോകത്തെ മുഴുവൻ ഒരു പുതിയ പാഠം പഠിപ്പിക്കുക. ഞാനും നിങ്ങളോട് പറയുന്നു, നമുക്ക് നഷ്ടപ്പെട്ടിടത്ത് അന്വേഷിക്കാം. മയക്കുമരുന്ന്, മദ്യപാനം, ചതി, വഞ്ചന, കൊലപാതകം, ആത്മഹത്യ, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനത്തിൻ്റെ പരിഹാരമല്ല. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിൻ്റെ പരിഹാരമല്ല. അത് കൂടുതൽ കൂടുതൽ നിങ്ങളെ മോശമായ പ്രവണതയിലേക്കും മോശമായ ജീവിതചര്യയിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. അവസാനിപ്പിക്കുക. സകലത്തിൻ്റെ പരിഹാരകനായ സർവശക്തനായ ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന് വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സത്യവചനത്തിൻ്റെ മുമ്പിലേക്കൊന്ന് വരാൻ മനസ്സുണ്ടോ? ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പറയും, എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് സർവശക്തൻ്റെ പാദത്തിലാണ്, എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് പ്രാർത്ഥനയിലാണ്. നമുക്കും നല്ല വഴി തിരഞ്ഞെടുക്കാം, പ്രയോജനമുള്ള വഴി തിരഞ്ഞെടുക്കാം. God bless you. God bless you. God bless you.